കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല രുചിയോടെ കഴിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാം. പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം കേട്ടോ. ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക്. ഇത് ചൂടാവുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്നങ്ങ് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇതുപോലെ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും ക്യാരറ്റൊക്കെ ഇതുപോലെ അങ്ങ് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ചൂടാക്കിയെടുത്താൽ ഒരുപാട് നേരം ഇനി വഴറ്റണ്ട. ഒന്നങ്ങ് നന്നായിട്ട് എല്ലാം മിക്സായിട്ട് ഒന്നങ്ങ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കോൺ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ചോളം പുട്ടുപൊടി. ചോളം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ചോളം. അപ്പോൾ ആ ഒരു ചോളത്തിൻ്റെ പുട്ടുപൊടി നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പാക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ പുട്ടിന് നനച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ പിടിച്ച് നോക്കിയാൽ അത് ഇതുപോലെ വരണം. എന്നിട്ട് പൊടിച്ച് കളഞ്ഞാൽ പൊടിയും വേണം. ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുട്ടുപൊടിയുടെ എല്ലാ ഭാഗത്തും ഇത് എത്തുന്ന ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ അടിയും മേലെയും ഒക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പാൽപ്പൊടിയുടെ ടേസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചു പോവും. അപ്പോൾ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അളവ് കൂട്ടിയോ കുറക്കൊക്കെ ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഒഴിവാക്കിയിട്ട് ചെയ്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിലിപ്പോൾ നമ്മളൊരു ഉപ്പുമാവിൻ്റെ ഒരു മിക്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഉപ്പുമാവ് പുട്ടിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ വരിക. നല്ലൊരു ടേസ്റ്റാണ് വരിക. ഇനി ഈ ഒരു പാൽപ്പൊടി കൂടെ ഈ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചിരട്ടപ്പുട്ട് മേക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ചില്ലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ അടിയിൽ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഒക്കെ ഒരുപാട് ഉണ്ടായാലും നല്ല ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലാതെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റിയതിലും തേങ്ങ ഇട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പൊടിയിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഉപ്പുമാവ് മിക്സ് ഉണ്ടല്ലോ, കോൺ ഉപ്പുമാവ് മിക്സ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇത് കുക്കറിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്നങ്ങ് ആവി കയറി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് കോൺപുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു ചൂടോടെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് കറിയൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.